Hi all, good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1 on 2 ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ടൈപ്പ് ഓഫ് ഞാൻ പഠിപ്പിക്കണ എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണമെങ്കിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് 1 on 2 ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 on 2 ഫംഗ്ഷൻ. One on 2 function. Definition, let f from A to B, let f from A to B is said to be 1 to 1 function. 1 to 1 function. 1 to 1 function or 1 function. Okay, 1 to 1 function is one function if the different elements in A, the different elements in the domain A, have distinct images. That is, if f of x1 equal to f of x2 implies x1 equal to x2 for all x1 comma x2 element of A. ഓക്കെ, ഇത് മാത്തമാറ്റിക്കലി നമ്മൾ ഇങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഒരു 1 ഫംഗ്ഷൻ 1 to 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ബിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് വരണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിക്കാം. സാധാരണ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എടുക്കും. എ എന്ന് പറയുന്ന സെറ്റ് ഇപ്പോ എ ബി സി ഡി ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ എക്ക് ഒരു ഇമേജ് കൊടുക്കും. എക്കുള്ള ഒരു ഇമേജ് 1 ആണ്. ബിക്കും ഒരു ഇമേജ് വരും. ബിയുടെ ഇമേജ് വേണമെങ്കിൽ 1 ആവാം, സിയുടെ ഇമേജ് 3 ആവാം, ഡിയുടെ ഇമേജും 3 ആവാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ പ്രത്യേകത? എയിലുള്ള എല്ലാ എലമെന്റിനും ബിയിൽ ഒരു ഇമേജ് ഉണ്ട്. എയിലുള്ള എല്ലാ എലമെന്റിനും ബിയിൽ ഒറ്റ ഇമേജേ ഉള്ളൂ. എയിലുള്ള എല്ലാ എലമെന്റിനും ബിയിൽ ഒരു, ഇപ്പൊ എ എടുത്ത എക്ക് ഒരു ഇമേജ് ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. ബി എടുത്ത ബിക്ക് ഒരു ഇമേജ് ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. സി എടുത്ത സിക്ക് ഒരു ഇമേജ് ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. ഡിക്ക് എടുത്ത ഡിക്ക് ഒരു ഇമേജ് ഉള്ളൂ, 3 മാത്രമേ. അപ്പൊ ഫോർ എവരി എലമെന്റ് ഇൻ എ ഹാസ് എ യുണീക്ക് എലമെന്റ് ഇൻ ബി. അല്ലെ, എയിലുള്ള എല്ലാ എലമെന്റിനും ബിയിൽ ഒരു യുണീക്ക് എലമെന്റേ ഉള്ളൂ. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ്. ഈ റിലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. റിലേഷൻ ആയിട്ട് ഇതിനെ എങ്ങനെ എഴുതുക? ആർ ഈക്വൽ ടു A1 B1 അല്ലെ C3 D3. ഓക്കെ, ഇതാണ് റിലേഷൻ. ഇതൊരു ഫംഗ്ഷൻ ആണ്. കാരണം എല്ലാ എയിലുള്ള എല്ലാതും ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിനും എന്നാ ഒറ്റ തവണയെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ എയ്ക്കും ബിക്കും സെയിം ഇമേജ് ആണ്. എയും ബിയും ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. എയും ബിയും ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. പക്ഷെ എയ്ക്കും ബിക്കും സെയിം ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഫംഗ്ഷൻ ആണ്, ബട്ട് നോട്ട് 1 ആണ്. ഫംഗ്ഷൻ ആണ് പക്ഷെ നോട്ട് 1 ആണ്. ബിക്കോസ് എഫ് ഓഫ് എ ഈക്വൽ ടു, ഇതാണ് എഫ് എന്ന് വിചാരിക്കുക, എ ടു ബി. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അപ്പൊ എയും ബിയും ഡിഫറെന്റ് ആണ്, പക്ഷെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിം ആണ്, ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നോട്ട് 1 ആണ്. നോട്ട് 1. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എയിലുള്ള എല്ലാത്തിനും ബിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇമേജസ്. അപ്പൊ ബിയുടെ ഇമേജ് ഞാൻ 2 കൊടുക്കണം. അപ്പോഴും ഇത് 1 ആവില്ല, കാരണം സിക്കും ഡിക്കും സെയിം ഇമേജ് ഉണ്ട്. അപ്പൊ ഡിക്ക് ഞാൻ വേറെ കൊടുക്കും. അപ്പോ വലിയ എലമെന്റ് ഉള്ള അതായത് വലിയ സെറ്റ്, ഇപ്പോ എയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് കൂടുതലാണെങ്കിൽ എക്ക് ഈക്വൽ ടു ആയിട്ടോ എക്ക് തുല്യമായിട്ടോ അല്ലെങ്കിൽ എയേക്കാൾ കൂടുതലോ എലമെന്റ്സ് എവിടെ വേണം? ബിയിൽ വേണം. എന്നാലേ 1 പോസിബിൾ ആവും.
കാരണം എയിൽ എലമെന്റ്സ് കൂടുതലും ബിയിൽ എലമെന്റ്സ് കുറവാണെങ്കിൽ ഒരിക്കലും നമുക്ക് എല്ലാത്തിനും ഒരു എലമെന്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് സെയിം ആയിട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് പറയാം, 1 1 ആവാതെ പോകും. അപ്പൊ 1 1 ആവണമെങ്കിൽ ഫോർ ഫൈനൈറ്റ് സെറ്റ്സ് എ ആൻഡ് ബി, എയും ബിയും ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ, ഫോർ എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ്, ഫോർ എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ, എയും ബിയും ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ cardinality of A less than or equal to cardinality of B, then only 1 1 function is possible. 1 1 function is possible. ഓക്കെ, അപ്പോൾ 1 1 ഫംഗ്ഷൻ പോസിബിൾ ആവണമെങ്കിൽ എയുടെ കാർഡിനാലിറ്റി, എയും ബി ഫൈനൈറ്റ് ആയിരിക്കണം, എയുടെ കാർഡിനാലിറ്റി ബിയുടെ കാർഡിനാലിറ്റിയേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കണം. കാരണം എക്ക് കാർഡിനാലിറ്റി കൂടുതലും ബിക്ക് കാർഡിനാലിറ്റി കുറവും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഒരു 1 1 ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 1 1 ഫംഗ്ഷന്റെ ഐഡിയ ഇതാണ്, ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. ഓക്കെ, next on to function. On to function. On to function. A function f from a to b. A function f from a to b. Function f from a to b is said to be on to. Is said to be an on to function. Said to be an on to function if each element of b, if each element of b is the image of some element in a, image of some element in a, element in a, that is, for every y element of b, for every y element of b, there exists x element of a, such that y equal to f of x. ബിയിലുള്ള ഏത് എലമെന്റ് y എടുത്താലും എയിൽ എനിക്ക് ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. y എന്ന് പറയുന്നത് എന്തായിരിക്കണം, എഫ് ഓഫ് എക്സ് ആയിരിക്കും. y എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി സെഡ് ടു ബി എൻ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറഞ്ഞാൽ ബിയിലുള്ള ഏത് എലമെന്റ് എടുത്താലും അത് എയിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കണം. അതായത് ബിയിലുള്ള ഏത് എലമെന്റ് ചൂസ് ചെയ്താലും അത് എയിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. നേരത്തെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇപ്പോ എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, എയില് സം എ ബി സി ഡി ഉണ്ട് നിൽക്കാം, ബിയില് 1 2 3 ഉണ്ട് നിൽക്കാം. ഓക്കെ, അപ്പൊ എക്ക് ഞാൻ 1 കൊടുത്തു, ബിക്ക് ഞാൻ 1 കൊടുത്തു, സിക്ക് ഞാൻ 3 കൊടുത്തു, ഡിക്ക് ഞാൻ 3 കൊടുത്തു. ഓക്കെ, അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റിനും ഒരു യുണീക്ക് എലമെന്റ് വന്നു. സോ എഫ് ഈസ് എ ഫംഗ്ഷൻ. എഫ് ഈസ് എ ഫംഗ്ഷൻ. ഇനി നോക്കൂ, ബിയിലുള്ള എല്ലാം എയിലുള്ള എലമെന്റിന്റെ ഇമേജസ് ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. കാരണം ഇപ്പൊ 2 എടുത്താൽ 2ന് ഇപ്പുറത്ത് 2 ഒരു എലമെന്റിന്റെയും ഇമേജ് അല്ല. 2 ഒരു എലമെന്റിന്റെയും ഇമേജ് അല്ല. സോ എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് ഈസ് നോട്ട് ഓൺ ടു. ഓക്കെ, അതായത് 2 has, because 2 has no pre-image, because 2 is the image, 2 is not an image of any element in A. Any element in A. ഏതിലുള്ള ഏത് എലമെന്റ്, ഒരു എലമെന്റിന്റെയും ഇമേജ് അല്ല 2. അതുകൊണ്ട് നോട്ട് ഓൺ ടു ആണ്. അപ്പൊ ഓൺ ടു ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൺ ടു ആവണമെങ്കിൽ 2ന് നമ്മൾ എന്ത് കൊടുക്കണം? 2ന് നമ്മളൊരു പ്രീ ഇമേജ്, അതായത് 2 ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആവണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബിക്ക് ഞാൻ 2 കൊടുത്തു, ബിയുടെ ഇമേജ് 2 കൊടുത്തു, ബിക്ക് ഞാൻ
എയുടെ 1 തന്നെ ബിക്ക് ഞാൻ 2 കൊടുത്തു. അപ്പോ ബിയിലുള്ള എല്ലാ എലമെന്റും ഇമേജസ് ആണ്. ബിയിലുള്ള എല്ലാ എലമെന്റും ഇമേജസ് ആണ്. 1 എയുടെ ഇമേജ് ആണ്, 2 ബിയുടെ ഇമേജ് ആണ്, 3 സിയുടെയും ഡിയുടെയും ഇമേജ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി? സോ എഫ് ഇസ് ഓൺ. അപ്പൊ എഫ് എന്തായി? ഓൺ. അപ്പൊ ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുള്ള എല്ലാ എലമെന്റും എയിലുള്ള ഏതെങ്കിലുമൊക്കെ എലമെന്റിന്റെ ഇമേജ് ആയിട്ട് വരണം. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് പറയാം. ഇപ്പോ ബിയിൽ ഇപ്പോ ഒരു എലമെന്റും കൂടെ 5 എലമെന്റ് ഉണ്ട് നിൽക്കാം. ബിയിൽ 5 എലമെന്റ് ഉണ്ട് നിൽക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഡിക്കും കൂടെ ഞാൻ 4 കൊടുത്തു. ഡിക്ക് ഞാൻ 4 കൊടുത്തു. ഡിക്ക് ഞാൻ 4 കൊടുത്തു. ഓക്കെ. ഞാൻ ഡിക്ക് 4 കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? ഡിക്ക് 4 കൊടുത്തപ്പോ ഫൈക്ക് അപ്പോഴും ഫൈക്ക് എന്ത് വന്നില്ല? ഫൈക്ക് ഇമേജ് ഒന്നും കിട്ടിയില്ല അല്ലെ? അല്ല, ഇമേജ് മീൻസ് ഫൈ ഇമേജ് ആയിട്ട് ഒരു എലമെന്റും ഇല്ല അല്ലെ? കാരണം എല്ലാത്തിനും നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൊടുത്തപ്പോഴും 5 എക്സ്ട്രാ വന്നു അല്ലെ? അപ്പോ ബിയുടെ കാർഡിനാലിറ്റി കൂടുതലും എയുടെ കാർഡിനാലിറ്റി കുറവുമാണെങ്കിൽ ഒരിക്കലും ഒരു ഓൺ ടു ഫംഗ്ഷൻ പോസിബിൾ അല്ല. ഒരിക്കലും ഒരു ഓൺ ടു ഫംഗ്ഷൻ പോസിബിൾ അല്ല. സോ ഓൺ ടു ഫംഗ്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓൺ ടു ഫംഗ്ഷൻ ഈസ് നോട്ട് പോസിബിൾ. Not possible if cardinality of A less than or equal to cardinality of B. ബിയുടെ കാർഡിനാലിറ്റി കൂടുതലും എയുടെ കാർഡിനാലിറ്റി കുറവുമാണെങ്കിൽ നോട്ട് ലെസ് ദാൻ. ഓക്കെ, നോട്ട് ലെസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഓൺ ടു ഫംഗ്ഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ. ഓൺ ടു ഫംഗ്ഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ. എപ്പോ? On to function is possible only when cardinality of A greater than or equal to cardinality of B. ബിയുടെ കാർഡിനാലിറ്റിയേക്കാൾ കൂടുതലായിരിക്കണം എയുടെ കാർഡിനാലിറ്റി, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് പോസിബിൾ ആവുക? ഓൺ ടു ഫംഗ്ഷൻ പോസിബിൾ ആണ്. വൺ ഫംഗ്ഷൻ പോസിബിൾ ആണെങ്കിലോ വൺ ഫംഗ്ഷൻ ഈസ് പോസിബിൾ ഓൺലി വെൻ ഫംഗ്ഷൻ. ഇതൊക്കെ ഫൈനൈറ്റ് സെറ്റ്സിനാണ് കേട്ടോ പറയുന്നത്. എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കണം. എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഇൻഫിനിറ്റ് സെറ്റിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ്. വൺ ഫംഗ്ഷൻ ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ആയിരിക്കണം. കാരണം ബിയുടെ കാർഡിനാലിറ്റി കൂടുതലാണെങ്കിലേ വൺ ഫംഗ്ഷൻ പോസിബിൾ ആവുള്ളൂ. ബിയുടെ കാർഡിനാലിറ്റി കുറവാണെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ പോസിബിൾ ആവും. അപ്പൊ രണ്ടും പോസിബിൾ ആണെങ്കിലോ വണ്ണും ഓൺ ടും പോസിബിൾ ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ആയിരിക്കണം. കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു, അപ്പോ ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എയിലും ബിയിലും ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അവിടെ ഒരു വണ്ണും ഓൺ ടുമായിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വണ്ണും ഓൺ ടുമായിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എയുടെ കാർഡിനാലിറ്റിയും ബിയുടെ കാർഡിനാലിറ്റിയും സെയിം ആയിരിക്കും. കാർഡിനാലിറ്റി മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അവിടെ ഒരു വണ്ണും ഓൺ ടുമായിട്ടുള്ള ഫംഗ്ഷൻ പറയാൻ പറ്റും. ഓക്കെ, സോ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താ ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ മീൻസ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി is said to be a bijective function or a one on two function. A one on two function if it is both one and on two. Both one and on two. വണ്ണും ആയിരിക്കണം, ഓൺ ടുവും ആയിരിക്കണം. ഓക്കെ, നോട്ട് ദാറ്റ് one on two function is possible. One on two function is possible only when number of elements in A
equal to number of elements in B. For A and B are finite sets. For two finite sets A and B. Two finite sets A and B. A and B finite ആണെങ്കിൽ എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സും ഈക്വൽ ആയാൽ മാത്രമേ ഒരു 1-1 ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഈ 1-1 ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് 1-1 ഫംഗ്ഷൻ ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എന്താണ് ഈ 1-1 ഫംഗ്ഷൻ ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനൊരു എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു നിൽക്കാം, ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ്, എയില് എ ബി സി ഡി, ബിയില് 1 2 3, എക്ക് 1, ബിക്ക് 2, സിക്ക് 3. അപ്പൊ ഡിക്ക് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തേ പറ്റൂ, ഡിക്ക് 3 കൊടുത്തു. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ? യെസ്, എഫ് ഈസ് ഓൺ ടു. എഫ് എന്താണ്? ഓൺ ടു ആണ്. എഫ് ആണ് കേട്ടോ ഈ ഫംഗ്ഷൻ, എഫ് ഫ്രം എ ടു ബി. ഓൺ ടു 1-1 ആണോ? നോട്ട് 1-1, ബിക്കോസ് എഫ് ഓഫ് സിയും എഫ് ഓഫ് ഡിയും ഈക്വൽ ആണ്. എഫ് ഓഫ് സി ആൻഡ് എഫ് ഓഫ് ഡി ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഇതിനെ 1-1 ആക്കണമെങ്കിൽ ഞാൻ എനിക്ക് ഒരു എലമെന്റും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്തേ പറ്റും. ഒരു എലമെന്റും കൂടെ ബിയിൽ ആഡ് ചെയ്തേ പറ്റും. അപ്പൊ ഞാൻ ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ 4 ആഡ് ചെയ്തു. ഇപ്പൊ എന്തായി? 1-1 ഓൺ 2 അല്ലെ? 4 ആഡ് ചെയ്തപ്പോൾ എന്തായി? 1-1 ഓൺ 2. അപ്പൊ എയുടെ ഇമേജ് 1, ബിയുടെ ഇമേജ് 2, സിയുടെ ഇമേജ് 3, ഡിയുടെ ഇമേജ് 4. അപ്പൊ ഒരു 1-1 ഓൺ 2 ഫംഗ്ഷൻ ആയി. അപ്പൊ ഞാൻ ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, ജി ഫ്രം ബി ടു എ. ജി ഫ്രം ബി ടു. അപ്പൊ ബിയിൽ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? ബിയില് 1 2 3 4, എയില് എ ബി സി ഡി. ഓക്കെ, അപ്പൊ എയുടെ ഇമേജ് 1 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 1ന്റെ ഇമേജ് എ കൊടുത്തു. ബിയുടെ ഇമേജ് 2 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 2ന്റെ ഇമേജ് ബി കൊടുത്തു. സിയുടെ ഇമേജ് 3 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 3യുടെ ഇമേജ് സി കൊടുത്തു. ഡിയുടെ ഇമേജ് 4 ആണ്. അപ്പൊ ഞാൻ ഇവിടെ 4ന്റെ ഇമേജ് ഡി കൊടുത്തു. അപ്പോ എന്ത് സംഭവിച്ചു? അപ്പോ എനിക്ക് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റി. എങ്ങനെ? എയുടെ ഇമേജ് 1 ആണെങ്കിൽ തിരിച്ച് 1ന്റെ ഇമേജ് എ ആയിട്ട് ഞാൻ ഒരു തിരിച്ചൊരു ഇങ്ങോട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതേപോലെ ബിയിൽ നിന്ന് എയിലേക്ക് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഈ ജി ഒരു ഫംഗ്ഷൻ ആണോ? അതെ, കാരണം എല്ലാ എലമെന്റിനും യുണീക്ക് ആയിട്ട് ഒരു ഇമേജ് ആണ് ഉള്ളത്. 1ന് ഒരു യുണീക്ക് ഇമേജ്, 2ന് ഒരു യുണീക്ക് ഇമേജ്, 3ക്ക് ഒരു യുണീക്ക് ഇമേജ്, 4ന് ഒരു യുണീക്ക് ഇമേജ്. അതുകൊണ്ട് ജി ഈസ് ആൾസോ ഹിയർ, ജി ഈസ് ആൾസോ എ ഫംഗ്ഷൻ. ജി ഈസ് ആൾസോ എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻവേഴ്സ് ഫംഗ്ഷൻ. ആൻഡ് ജി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് എഫ്. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് എഫ്. ജിനെ നമ്മൾ എന്ത് പറയും? ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് എഫ് എന്ന് പറയും. G is called inverse function of f. ഓക്കെ, അപ്പൊ ഇങ്ങനെ ജി ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇത് എന്തായേ പറ്റൂ? 1-1 ഓൺ 2 ആയേ പറ്റൂ. 1-1 ഓൺ 2 അല്ല എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് പോലെയാണെന്ന് വിചാരിക്കും. ഇവിടെ 4 ഇല്ല. ഡിയുടെ ഇമേജ് എന്താണ്? 3 ആണ്. ഡിയുടെ ഇമേജ് 3 ആണ് എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ 4 ഇല്ല. അപ്പൊ 3ക്ക് ഏതൊക്കെ ഇമേജ് ആയിട്ട് വരും? 3ക്ക് 2 ഇമേജസ് കിട്ടും. അങ്ങനെ ഒരു എലമെന്റിന് 2 ഇമേജ് വന്നാൽ ഫംഗ്ഷൻ എന്താവില്ല? അല്ല, ആ റിലേഷൻ എന്താവില്ല? ഫംഗ്ഷൻ ആവില്ല. ഇവിടെ സിയും വന്നു, 3ക്ക് ഡിയും വന്നു. അപ്പൊ 3ക്ക് എന്ത് വന്നു? 3ക്ക് 2 ഇമേജസ് വന്നു, സിയും ഡിയും വന്നു. അപ്പോ ജി എന്താവില്ല? ഫംഗ്ഷൻ ആവില്ല. ഓക്കെ, അപ്പോ 1-1 നഷ്ടപ്പെട്ടാലും ഫംഗ്ഷൻ ആവില്ല. ഇതുപോലെ ഓൺ 2 നഷ്ടപ്പെട്ടു നിൽക്കുക. ഓൺ 2 നഷ്ടപ്പെടുക പറഞ്ഞപ്പോ 4 ഇവിടെ ആഡ് ചെയ്തു. 4ന് ഒന്നിനും ഇമേജ് ആയിട്ട് വന്നില്ല. അപ്പൊ 4ന് ഇവിടെ ഇമേജ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കാം? ഓൺ 2 ആയിട്ടില്ലെങ്കിലും ഫംഗ്ഷൻ എന്താവില്ല? ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവണമെങ്കിൽ, ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവണമെങ്കിൽ, അതായത് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എനിക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ
ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? 1 1 ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. 1 1 ഓൺ ടു അതിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ തന്നെ ഫംഗ്ഷൻ എന്തായി മാറില്ല? ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ട് മാറില്ല അല്ലെ? ആ ഫംഗ്ഷൻ എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവും. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയാം. വാട്ട് ഈസ് ആൻ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ? ഡെഫിനിഷൻ a function f from a to b, a function f from a to b is invertible, is said to be invertible, is said to be invertible. A function f from a to b is said to be invertible. A function f from a to b is said to be invertible. A function f from a to b is said to be invertible if there exists a function, if there exists a function there exists a function g from b to a, g from b to a such that g from b to a such that f composition g of x equal to x for all x element of b and g composition f of x equal to x for all x element of a. അതായത് എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് കോമ്പോസിഷൻ ജിയിൽ ഒരു എലമെന്റിന്റെ ഇമേജ് അത് തന്നെയായിരിക്കും, ജി കോമ്പോസിഷൻ എഫിൽ ഒരു എലമെന്റിന്റെ ഇമേജ് അത് തന്നെയായിരിക്കും. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോ ജി ഈസ് കോൾഡ്, ഒരു കാര്യം കൂടെ എഴുതാം. ഹിയർ ജി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എഫ്, ഇൻവേഴ്സ് ഓഫ് ജി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എഫ്. അപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, എയിൽ സം എലമെന്റ്സ് 1 2 3 4 എന്ന് എടുത്തു, ബിയിൽ എ ബി സി ഡി എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ 1 നിന്ന് എയിലേക്ക്, 2 നിന്ന് ബിയിലേക്ക്, 3 നിന്ന് സിയിലേക്ക്, 4 നിന്ന് ഡി. അപ്പൊ ഇത് ഈ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണ്, അതുകൊണ്ട് ഇതിനൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇൻവേഴ്സ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ എഫ് കോമ്പോസിഷൻ ജി, ഇൻവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് ജി ബി എയിലേക്ക് ഉണ്ട് വിചാരിച്ചോളൂ. ബി എയിലേക്കുള്ളത് ജി, എ നിന്ന് ബിയിലേക്കുള്ളത് എഫ്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് സ്ഥാനത്ത് എ കൊടുക്കാം. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എ എന്താ? ജി ഓഫ് എ ഈസ് 1. അപ്പൊ എഫ് ഓഫ് 1, എഫ് ഓഫ് 1 എന്താണ്? എ ആണ്. അപ്പോ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ജി ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ ഈക്വൽ ടു എ എന്ന് കിട്ടി. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് 2, എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ഈക്വൽ ടു ബി തന്നെ കിട്ടും. അതേപോലെ ജി കോമ്പോസിഷൻ എഫ് എടുത്താലും കിട്ടും. അതാണ് ഈ ഐഡിയ. ഓക്കെ, ഈ കോമ്പോസിഷൻ എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി എവിടെ നിന്ന് എവിടേക്കായിരിക്കും? എഫ് കോമ്പോസിഷൻ ജി ബിയിൽ നിന്ന് ബിയിലേക്ക് തന്നെയായിരിക്കും. കാരണം ജി ബിയിൽ നിന്ന് ബിയിലേക്കാണ്, ബിയിൽ നിന്ന് എയിലേക്കാണ്, എഫ് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഈസ് ഫ്രം ബി ടു ബി ആയിരിക്കും. എഫ് കോമ്പോസിഷൻ ജി ഈസ് ഫ്രം ബി ടു ബി ആയിരിക്കും. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഫ്രം ബി ടു ബി ആയിരിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ, കണ്ടീഷൻ റിസൾട്ട് ആയിട്ട് എഴുതുക. റിസൾട്ട് a function f from a to b, a function f from a to b is invertible, is invertible if and only if, if and only if f is 1 1 and on 1 1 and on. അപ്പോൾ 1 1 നോട്ട് ആണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? ഇൻവെർട്ടിബിൾ ആവും. ഇത്രയാണ് നമ്മൾ 1 1 നോട്ട് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പൊ എന്തൊക്കെ പഠിക്കണം? ഫംഗ്ഷന്റെ ആദ്യം ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ അത് പഠിക്കണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ പഠിക്കണം. പിന്നെ ഇന്ന് പഠിച്ച 1 1 ഓൺ 2 ഫംഗ്ഷനും ഇൻവെർട്ടിബിൾ
ഇത്രയും പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് ഓവർ. ഓക്കെ, നമ്മൾ റിലേഷൻ ആണ് ആദ്യം പഠിച്ചത്, ഇപ്പൊ ഫംഗ്ഷൻ പഠിച്ചു. ഇനി നമ്മൾ ഫംഗ്ഷന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാം. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.